ഇനി കട്ടിങ് വേസ്റ്റ് ഒന്നും കളയണ്ട കേട്ടോ. അത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ബാഗ് സ്റ്റിച്ച് ചെയ്താലോ. അപ്പോൾ ഞാനിവിടെ കുറേ വേസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അജ്രക്കിൻ്റെ പീസ്, കോട്ടൺ വരുന്ന പല പല നൈറ്റിയുടെ ആ ഒരു വീട്ടിൽ പോകുന്ന പീസ്, അങ്ങനെയൊക്കെ ചുരിദാറിൻ്റെ പീസ്, അങ്ങനെയൊക്കെ കുറേ എടുത്തിട്ടുണ്ട്. അതിനെയൊക്കെ ഞാനൊന്ന് പല കളറല്ലേ, അപ്പോൾ കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് എല്ലാം സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ കുറേ കോണോടെ ഇങ്ങനെ ചേർത്ത് വിട്ട് ട്രയാങ്കിളായിട്ട് ഒരു സൈഡ് ഫുള്ള് ട്രയാങ്കിളായിട്ടും ഒരു സൈഡ് ഫുള്ള് ഈ ഒരു സ്ക്വയർ ഷേപ്പിലും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ നോക്കി എന്ത് കൊള്ളാമോ ഇല്ലയെന്ന് നോക്കി. അതിനുശേഷം അതിനൊക്കെ മൊത്തത്തിലൊന്ന് ഈ ജോയിൻറ്റ് ചെയ്യണം. ഈ ഒരു കോൺ ജോയിൻറ്റ് ചെയ്താൻ വേണ്ടി കുറച്ച് നേരം എടുത്ത് പതുക്കെ ഇരുന്നാണ് അത് ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വേസ്റ്റ് കൊണ്ട് മാത്രം പറ്റില്ലല്ലോ ബാഗ് ഉണ്ടാക്കാൻ, നമുക്ക് അതിന് വേണ്ടി ക്യാൻവാസ് വേണമല്ലോ. അപ്പോൾ ക്യാൻവാസ് ഞാൻ ഇതേപോലെ ആ ഒരു അതേ രീതിയിൽ കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിലിരിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം ഫുൾ ട്രയാങ്കിളായിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് 3 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയിൽ ഓരോ കോണിൻ്റെ അവിടെ നിന്നും കട്ട് ചെയ്ത് മാറ്റി. അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി, അതാണ് ആ ഒരു വീഡിയോ ഇല്ലാത്തത്. ആ ഒരു സൈഡ് നമുക്ക് തുറന്ന് വരുന്ന ആ ഭാഗമായിട്ട് എടുത്ത് ബാക്കിയൊക്കെ ഒന്ന് അതേമാതിരി ഒന്ന് ജോയിൻ്റ് ചെയ്ത് എടുത്ത് മറച്ചിട്ടെടുത്താണ് ചെയ്തത്. അതിനുശേഷം ലൈനിങ് അതേ അളവിൽ വച്ച് നോക്കിയിട്ട് ലൈനിങ്ങും കൂടെ സെറ്റ് ചെയ്തു. ലൈനിങ് അല്ല നമ്മുടെ സ്ക്വയറായിട്ട് മൊത്തത്തിൽ ഈ തലയണവരെയൊക്കെ ചെയ്യുമ്പോൾ അതേപോലെ ലൈനിങ് ഒന്ന് അടിച്ചിട്ട് ഈ നമ്മൾ ചെയ്ത് വെച്ച ഇത്രയും ആ ഒരു പീസ് ആ ഒരു മൊത്തം ഓൾറെഡി എല്ലാം സൈഡൊക്കെ അടിച്ച് മറിച്ചെടുത്തല്ലോ, അതിനെ ഒന്ന് ഈ ഒരു ലൈനിങ്ങിൻ്റെ അകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കണം. മൊത്തത്തിൽ ഒന്ന് ലൈനിങ് ആണ്ട് വെച്ച് കൊടുത്തിട്ട് ഈ സൈഡ് ഭാഗം ഒന്ന് അടിച്ചു കൊടുക്കണം. ഞാൻ ആദ്യമേ അതിൻ്റെ ആ വള്ളി ഒന്ന് അറ്റാച്ച് ചെയ്തായിരുന്നു. അതെനിക്ക് ഫസ്റ്റ് അബദ്ധം പറ്റിയതാണ്. ആ വള്ളി അപ്പോൾ അറ്റാച്ച് ചെയ്യേണ്ടായിരുന്നു. അപ്പം അറ്റാച്ച് ചെയ്ത് തിരിച്ച് മറച്ചെടുത്തപ്പോഴത്തേക്ക് അതിനകത്തായിപ്പോയി. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ചുറ്റിലും ഒന്ന് അടിച്ചു കൊടുത്തു. അപ്പോൾ ലൈനിങ്ങിൻ്റെ ഇത്രയും ഭാഗം കൂട്ടി അടിക്കേണ്ട, കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടേക്കണം, നല്ലതായിരിക്കും. കാരണം വെച്ചാൽ ഈ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് നമ്മൾ അകത്തോട്ടാക്കി ആ മെയിൻ പീസ് നമുക്കിങ്ങനെ വലിച്ചിങ്ങനെ എടുക്കേണ്ടത്. അപ്പോൾ അതേമാതിരി ഇതിനകത്തോടെ ഇട്ടിട്ട് ആ ഒരു ബാഗിൻ്റെ ആ ഒരു ഭാഗം ഞാൻ ഫുള്ളായിട്ട് പുറത്തെടുത്തു. അപ്പം പുറത്തെടുക്കുമ്പോഴത്തേക്ക് ഈ ലൈനിങ്ങിനെ നമുക്ക് അകത്തോട്ടാക്കാം. അങ്ങനെയാണ് മറിച്ചും തിരിച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പം കുറച്ചുകൂടെ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ആദ്യത്തെ സ്റ്റെപ്പ് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ലൈനിങ് നമുക്ക് അകത്തോട്ടിടാം. എന്നിട്ട് ഈ സൈഡ് ബേസ് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഞാൻ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രിപ്പ് ഒന്ന് അറ്റാച്ച് ചെയ്തത്. 2 സൈഡും ആ ഒരു വള്ളിയൊന്നും അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് സിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ സിപ്പ് ഇങ്ങനെ അറ്റത്തീന്ന് തന്നെ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അരിക് വശം ഉണ്ടല്ലോ, ഇതിൻ്റെ അരിക് വശത്തിന് ആ ഒരു സിബിനെ ഒരു വശം വെച്ച് ചേർത്ത് വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് ഫുൾ അടിച്ചെടുത്തിട്ട് അപ്പുറം അതിന് ശേഷം രണ്ടാമത്തെ സൈഡും ഇങ്ങനെ അടിച്ചെടുത്താണ് സിബും കൂടെ ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ എല്ലാ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് അടുത്തൊരു ബാഗ് ആയിട്ട് വീഡിയോ ഇടാം. അപ്പോൾ അതിൽ മനസ്സിലാകുന്നെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. സോ ഗേസ്, അങ്ങനെ ആ ഒരു സിബും അറ്റാച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഇതാണ് നമുക്ക് സിബ്. നല്ലൊരു സിബാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ബാഗ് എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ ഞാൻ ഒന്ന് വിയർ ചെയ്തപ്പം അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.